ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എബനേസർ ഗോസ്പൽ ടിവിയിൽ അടിയനുമെന്ന് പ്രസംഗിക്കുക ദൈവം ഇടയാക്കി കൃപയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. ഇതിന് അവസരം തന്ന എബ്രാഹിം കുട്ടി സാറിനുള്ള നന്ദിയെ ഈ തരുണത്തില് അറിയിക്കുന്നു. അതുപോലെ ഞങ്ങളെ ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സപ്പിലും ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവനാമത്തില് വന്ദനം ചെയ്യുന്നു. നമ്മള് ചിന്തിച്ചുകൊണ്ടിരുന്നത് യേശു ക്രിസ്തുവിന്റെ പുതിയ നിയമ ഉടമ്പടി എന്നുള്ള ഭാഗമാണ്. അതിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതിന്റെ 5ാം ഭാഗത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചാണ് പ്രധാനമായിട്ടും ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. അതിന് പ്രധാനമായിട്ടും ഞാൻ വായിക്കുകയാണ് 2 കൊരിന്ത്യർ 3-ാം അധ്യായം 6 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 3-ാം അധ്യായം 6 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. 7-ാമത്തെ വാക്യത്തിൽ, എന്നാൽ കല്ലിൽ അക്ഷരമായി കുത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതുമായ മോശയുടെ മുഖത്തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ് ഉള്ളതാകുമെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ് ഉള്ളതാകുകയില്ലയോ? ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ് ആകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. അതേ തേജസ്സോട് കൂടിയത് ഇക്കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ് ഇല്ലാതെയായി നീക്കം വരുന്നത് തേജസ് ഉള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്ര അധികം തേജസ് ഉള്ളതായിരിക്കും. 12-ാമത്തെ വാക്യത്തിൽ, ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. നീങ്ങിപ്പോകുന്നതിന്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തന്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെയല്ല, എന്നാൽ അവരുടെ മനസ്സ് കാഠിന്യപ്പെട്ടുപോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെയും ഇരിക്കുന്നുവല്ലോ, അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. 12-ാമത്തെ വാക്യത്തിൽ, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ 6 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ചു, അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കി എന്ന് പറയുമ്പോൾ നമ്മള് ലൂക്കോസിന്റെ സുവിശേഷം 22:20 നമ്മൾ വായിക്കുമ്പോ അവിടെ കാണുന്നു. ലൂക്കോസ് 22:20 20-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോ 2 കൊരിന്ത്യർ 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? ഒരു ശുശ്രൂഷയെ കുറിച്ച് അവിടെ വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, അത് എന്ത് ശുശ്രൂഷയാണ്? ഞങ്ങളുടെ ശുശ്രൂഷയാൽ, അതെ, ഞങ്ങളുടെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തരാക്കി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ നിയമം ഒരു ശുശ്രൂഷയാണ്. അത് അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അപ്പൊ നമ്മൾ എന്താണ്? കർത്താവിലൂടെ, യേശു കർത്താവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട്, അതായത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് നിൽക്കുന്ന ദൈവമക്കളെ എന്താണ്? പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തരാക്കുന്നതാണ്
പുതിയ നിയമ ഉടമ്പടി എന്ന് പറയുമ്പോൾ, പഴയ നിയമ ഉടമ്പടി എന്ന് പറയുമ്പോൾ അതെന്താണ്? അത് അക്ഷരത്തിന്റെ ശുശ്രൂഷയാണ്. അത് ആത്മാവിന്റെ ശുശ്രൂഷ അല്ല പഴയ നിയമ ഉടമ്പടി എന്ന് പറയുമ്പോൾ. അപ്പോൾ ആത്മാവിന്റെ ശുശ്രൂഷകന്മാർ അത്രേ. അക്ഷരം എന്ത് ചെയ്യുന്നു? കൊല്ലുന്നു, ആത്മാവോ ജീവിക്കുന്നു. അതായത് ന്യായപ്രമാണത്തിൽ മരണം പ്രധാനമായും മുന്നിൽ നിൽക്കുന്നു, ആത്മാവ് എന്ത് ചെയ്യുന്നു? ജീവിപ്പിക്കുന്നു എന്ന് വളരെ വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ അക്ഷരം കൊല്ലുകയാണ്, ആത്മാവ് എന്ത് ചെയ്യുന്നു? ജീവിപ്പിക്കുന്ന ആത്മാവാണ്. അതുപോലെ 7-ാം വാക്യത്തിൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖത്തേജസ് നിമിത്തം. ആരുടെ? മോശയുടെ മുഖത്തേജസ് നിമിത്തം. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ, അതായത് ന്യായപ്രമാണത്തെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് മരണത്തിന്റെ ശുശ്രൂഷയായിരുന്നു. ന്യായപ്രമാണ സംബന്ധമായ എല്ലാ ശുശ്രൂഷകളും എന്തായിരുന്നു? മരണ സംബന്ധമായിരുന്നു. അതിന് നീക്കം വന്നു എന്ന്. അതെങ്ങനെയാണ്? മോശയുടെ മുഖത്തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ് ഉള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ് ഉള്ളതല്ലയോ എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു പ്രിയ സഹോദരങ്ങളെ. അപ്പോ ആത്മാവിന്റെ ശുശ്രൂഷ എന്താണ്? വളരെ തേജസ് ഉള്ളതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മോശയുടെ മുഖത്തേജസ്സിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നു. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 29 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. അവൻ തന്നോട് അരുളി ചെയ്ത നിമിത്തം തന്റെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിച്ചു എന്ന് മോശെ സാക്ഷ്യത്തിന്റെ പലക രണ്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് സീനായി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അറിഞ്ഞില്ല എന്നും. 30-ാമത്തെ വാക്യത്തിൽ അഹരോനും ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയെ നോക്കിയപ്പോൾ അവന്റെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിക്കുന്ന കണ്ടു. അതുകൊണ്ട് അവർ അവന്റെ അടുക്കൽ ചെല്ലുവാൻ ഭയപ്പെട്ടു. മോശെ അവരെ വിളിച്ചു. അപ്പോൾ അഹരോനും സഭയിലെ പ്രമാണികളുമൊക്കെയും അവന്റെ അടുക്കൽ വന്ന് മോശെ അവരോട് സംസാരിച്ചു. അതിന്റെ ശേഷം ഇസ്രായേൽ മക്കളൊക്കെയും അവന്റെ അടുക്കൽ ചെന്ന് സീനായി പർവ്വതത്തിൽ വെച്ച് യഹോവ തന്നോട് അരുളി ചെയ്തതൊക്കെയും അവൻ അവരോട് ആജ്ഞാപിച്ചു. മോശെ അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ തന്റെ മുഖത്ത് മൂടുപടമിട്ടു. 34-ാമത്തെ വാക്യത്തിൽ മോശെ യഹോവയോട് സംസാരിക്കേണ്ടതിന് അവന്റെ സന്നിധാനത്തിൽ കിടക്കുമ്പോൾ പുറത്ത് വരുവോളം മൂടുപടം നീക്കിയിരിക്കും. തന്നോട് കൽപ്പിച്ചവൻ പുറത്തു വന്നു ഇസ്രായേൽ മക്കളോട് പറയും. ഇസ്രായേൽ മക്കൾ മോശയുടെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിക്കുന്നതായി കണ്ടതുകൊണ്ട് മോശെ അവനോട് സംസാരിക്കേണ്ടതിന് അകത്ത് കിടക്കുവോളം മൂടുപടം പിന്നെയും തന്റെ മുഖത്ത് ഇട്ടുകൊള്ളും എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം മോശയുടെ മുഖത്തിന്റെ തേജസ്സിനെ കുറിച്ച് അവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കണ്ട ഇസ്രായേൽ മക്കൾ കണ്ടു, അല്ലെ? അപ്പൊ ആത്മാവിന് ശുശ്രൂഷ എന്താണ്? അധികം തേജസ് ഉള്ളതുമാണ്. അതുപോലെ 9-ാമത്തെ വാക്യത്തിൽ ശിക്ഷാവിധിയുടെ ശുശ്രൂഷ എന്താകുന്നു? തേജസ് ആകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ എന്താണ്? തേജസ്സേറിയതായിരിക്കും. അപ്പോൾ ന്യായപ്രമാണം ഇതിന്റെ ശുശ്രൂഷ എന്താണ്? ശിക്ഷാവിധിയുടെ ശുശ്രൂഷയാണ്. ന്യായപ്രമാണത്തിൽ നിൽക്കുന്ന ഏവനും അവൻ നശിച്ചു പോകും. കാരണം ക്രിസ്തുവിൽ വരണം. അതായത് യേശു ക്രിസ്തുവിൽ വന്നെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. വേറെ ഒരുത്തനിലും രക്ഷയില്ല എന്ന് അപ്പോസ്തലന്മാർ പറഞ്ഞ് പഠിപ്പിച്ചത് എന്താണ്? യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് രക്ഷ എന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞ് പഠിപ്പിച്ചത്, അല്ലെ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശു ക്രിസ്തുവിന്റെ തേജസ്സേറിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം?
ആ ശുശ്രൂഷയെ സ്വീകരിക്കുന്നവരായിരിക്കണം ഈ കാലഘട്ടത്തിൽ. അതായത് അന്ത്യകാലമാണ്, കർത്താവിന്റെ വരവ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് തേജസ്സേറിയ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഒരുക്കപ്പെടേണ്ടത്. അതെങ്ങനെ സാധിക്കും? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരുന്ന ദൈവമക്കൾക്ക് മാത്രമേ അതിന് സാധ്യമാകുകയുള്ളൂ എന്ന് ഞാൻ ഇത്തരണത്തിൽ ഓർപ്പിച്ചു കൊള്ളട്ടെ. ഇതെന്താണ്? അത് തേജസ്സോടുകൂടി ഇക്കാര്യത്തിൽ എന്താണ്? അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ്സില്ലാത്തതായി നീക്കം വരുന്നതും തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം തേജസ്സുള്ളതായിരിക്കുമെന്നും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ഈ വിധം പ്രത്യാശയുള്ളവരായി, ഏത് വിധം പ്രത്യാശ? നമ്മളെ പ്രത്യാശയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, റോമർ 5-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, നാം നിലനിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ആര് മുഖാന്തരം? യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് എന്ത് ചെയ്യുന്നു? പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ എന്ത് ചെയ്യുന്നു? പ്രശംസിക്കുന്നു എന്ന് അവിടെ കാണുന്നു. 3-ാമത്തെ വാക്യത്തിൽ അത് തന്നെയല്ല, കഷ്ടതയും സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അതാണ് പ്രത്യാശ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യുന്നു? പ്രത്യാശ ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. 5-ാമത്തെ വാക്യത്തിൽ എന്താണ്? പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ എന്ന് അവിടെ കാണുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുകയാണ്, ആത്മാവെന്നാദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞെരങ്ങുന്നു. 24-ാമത്തെ വാക്യം, പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. അപ്പൊ പ്രത്യാശയ്ക്ക് നമ്മൾ എന്താണ് വേണ്ടത്? പ്രത്യാശയാലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നാം കർത്താവ് നമ്മളെ വന്ന് ചേർക്കും എന്നുള്ള പ്രത്യാശ നമുക്കുണ്ട്, അല്ലേ? അവന്റെ രാജ്യത്തേക്ക് നമ്മളെ കൊണ്ടുപോകും എന്നുള്ള പ്രത്യാശ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ആ പ്രത്യാശയിലാണ് നമ്മളെന്ത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. ആരുടെ നാമത്തിൽ? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ സ്നാനപ്പെടുന്നത്. അപ്പോ ആ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി കാത്തുകൊണ്ട്. അപ്പോ നമുക്കെല്ലാം ഒരു വീണ്ടെടുപ്പിന്റെ പുത്രത്വം കാത്തുകിടക്കുന്നു, അല്ലേ? നമ്മളാണ് ദൈവത്തിന്റെ പുത്രന്മാർ, അല്ലേ? യേശു ക്രിസ്തു പുത്രനാണോ? ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടാണ്. പുത്രത്വം എന്തിനെയാണ്? വീണ്ടെടുപ്പിനെയാണ് അത് കാണിക്കുന്നത്. നമ്മൾ വീണ്ടെടുക്കപ്പെടുന്നത് എന്താണ്? പുത്രത്വം എന്ന വീണ്ടെടുപ്പിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നയിക്കപ്പെടുന്നത്. അതായത് ഭാവിയിൽ വരുവാനുള്ള മഹത്വത്തെ കുറിച്ചുള്ള പ്രത്യാശയാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ നമ്മളോട് പറയുകയാണ്, ധൈര്യമായിരിക്കുക അല്ലെങ്കിൽ ധൈര്യശാലിയായിരിക്കുക എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഈ വിധം പ്രത്യാശയുള്ളവരായിരിക്കണം നമ്മൾ. അടുത്ത പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. എന്താണ്? പ്രത്യാശയുള്ളത് കൊണ്ടാണ് പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുക. ഉറപ്പുണ്ട്. പൗലോസ് അപ്പോസ്തലനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉറപ്പുണ്ട് എന്നുള്ള കാര്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 13-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നീങ്ങിപ്പോകുന്നതിന്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തന്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെ അല്ല. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
പുറപ്പാട് പുസ്തകത്തിൽ വായിച്ചു. അതുപോലെയല്ല. എങ്ങനെയാണോ? 7-ാമത്തെ വാക്യത്തിൽ ഇത് കല്ലിൽ അക്ഷരമായി കൊത്തിയിരിക്കുന്ന മരണശിക്ഷ എന്താണ്? നീക്കം വരുന്നതായ മോശയുടെ മുഖത്തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ് ഉള്ളതാണെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ എത്രയാണ്? അതിലേറെ തേജസ് ഉള്ളതെന്ന് അവിടെ കാണാൻ കഴിയുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എഫേസ്യർ 2-ാം അധ്യായം 14 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ 14 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുവശത്തെ ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞ് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുവശത്തെയും തന്നിൽ ഒരേ പൊതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 10:4 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ക്രിസ്തു എന്താണ്? ന്യായപ്രമാണത്തിന്റെ അവസാനമാണ്. ന്യായപ്രമാണത്തെ നീക്കുവാൻ വന്നതല്ല, അതിനെ പൂർത്തീകരിക്കുവാനാണ് കർത്താവ് വന്നത്, അല്ലെ? ഇല്ലെങ്കിൽ ആ തീർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 23 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. വിശ്വാസം വരും മുമ്പേ നാം വെളിപ്പെടുവാനിരിക്കുന്ന വിശ്വാസത്തിനായിരിക്കെ കൊണ്ട് ന്യായപ്രമാണത്തിൻ കീഴിൽ അടച്ചു സൂക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുബാലകനായി ഭവിച്ചു. അതായത് ന്യായപ്രമാണം എന്താണ്? ക്രിസ്തുവിന്റെ അടുക്കലേക്ക് എത്തുവാൻ ഒരു ശിശുപാലകൻ മാത്രമായിരുന്നു എന്ന് അവിടെ കാണുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. 17-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുക, ശ്രദ്ധിക്കണം. 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, ഇവ വരുവാനിരിക്കുന്നവയുടെ നിഴലത്രേ, ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത്. ഇവ വരുവാനിരിക്കുന്നവയുടെ നിഴലത്രേ, ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത്. ശരീരമാരുടെയാണ്? ക്രിസ്തുവിൻ്റെതാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 10-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായതുകൊണ്ട് ആണ്ടുതോറും ഇടപെടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിന് ശേഷം പാപങ്ങളെ കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലായ്ക കൊണ്ട് യാഗം കഴിക്കുന്നത് നിന്നു പോവുകയില്ലയോ? അല്ലെ, യാഗം കഴിക്കുന്നത് എന്താണ്? നിന്നു പോവുകയില്ലയോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. 3-ാമത്തെ വാക്യത്തിൽ ഇപ്പോഴും ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മയുണ്ടാവുന്നു. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാകവും വഴിപാടും നീ ഇച്ഛിച്ചില്ല. എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. 6-ാമത്തെ വാക്യം, സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറയുന്നു. ന്യായപ്രമാണം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടുകളും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തതിനെ സ്ഥാപിക്കാൻ ഒന്നാമത്തതിനെ നീക്കിക്കളഞ്ഞു. ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ എന്ത് ചെയ്യുന്നു? വിശദീകരിക്കപ്പെടുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയത്. അപ്പൊ ന്യായപ്രമാണത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല?
വിശദീകരിക്കപ്പെടുന്നില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്ലേ? 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. ആരുടെ മനസ്സ്? അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മോശ തന്റെ മുഖത്ത് അണിഞ്ഞ മൂടുപടത്തിന്റെ ആത്മീയാർത്ഥം പൗലോസോടെ പറയുന്നത് എന്താണ്? പഴയ നിയമത്തിന്റെ അധീനതയിലുള്ളവർക്ക്, അതായത് യഹൂദന്മാർക്കും യഹൂദ മതം സ്വീകരിക്കുന്നവർക്കും എന്താണ്? അവരുടെ മനസ്സ് എന്താണ്? മങ്ങിയതാണ്. അവരുടെ ഹൃദയത്തിന്മേൽ എന്താണ്? ഒരു മൂടുപടം ഇട്ടിരിക്കുന്നു. പഴയ നിയമം വായിക്കുമ്പോൾ അതിന്റെ ശരിയായ അർത്ഥം ഗ്രഹിക്കുമ്പോൾ അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. യഹൂദന്മാരുടെ യേശുവിന്റെ വാക്കുകൾ എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 39 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 39 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ, 40 വരെയുള്ള വാക്യങ്ങൾ അവിടെ എഴുതിയിരിക്കുകയാണ്. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. എന്നാൽ നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. അപ്പൊ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വരുവാൻ അവർക്ക് മനസ്സില്ല. 46-ഉം 47-ഉം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുക, നിങ്ങൾ മോശയെ വിശ്വസിച്ചെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു. അവൻ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ആരെ കുറിച്ച്? യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്ന് പറയുമ്പോൾ ദൈവത്തെ കുറിച്ച് അവൻ എഴുതിയിരിക്കുന്നു. എന്നാൽ അവന്റെ എഴുത്ത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ എന്റെ വാക്ക് എങ്ങനെ വിശ്വസിക്കും എന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് മനസ്സിലാക്കണം. ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാട് യേശു ക്രിസ്തുവിനെ യഹൂദൻ എന്ത് ചെയ്തില്ല? അംഗീകരിച്ചിരുന്നില്ല എന്നുള്ള കാര്യമാണ് അവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തന്റെ മുഖത്ത് മൂടുപടമിട്ടതുപോലെ അല്ല. എന്നിട്ട് എന്താണ്? അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെയും ഇരിക്കുന്നു. അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിൽ കിടക്കുന്നു. അപ്പൊ അവരുടെ ഇടയിൽ ഒരു മൂടുപടമുണ്ട്. അത് യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്തത് കൊണ്ട് അവിടെ എന്താണ്? ഒരു മൂടുപടം കിടക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 16-ാമത്തെ വാക്യത്തിൽ, കർത്താവിലേക്ക് തിരിയുമ്പോൾ, അതായത് യേശു കർത്താവിലേക്ക് തിരിയുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ മൂടുപടം നീങ്ങിപ്പോകുന്നു. കാരണം കർത്താവ് ആത്മാവാകുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. യേശു കർത്താവ് എന്താണ് പഠിപ്പിച്ചത്? ദൈവം ആത്മാവാകുന്നു, അല്ലെ? അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞ കർത്താവ് ആത്മാവാകുന്നു. അപ്പോ ദൈവം ഒരുവനേ ഉള്ളൂ എന്നുള്ള സത്യം അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. റോമർക്ക് എഴുതിയ ലേഖനം 8:9 നമ്മൾ വായിക്കുമ്പോ, റോമർ 8-ാം അധ്യായം 9-ാമത്തെ വാക്യം, 9-ാമത്തെ വാക്യത്തിൽ നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരുവിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. വളരെ ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. ക്രിസ്തുവിന്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ ക്രിസ്തു ആരാണ്? ദൈവമാണ്. ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടാണ് യേശു ക്രിസ്തു. ആ ആത്മാവില്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റുകയില്ല? ഒരിക്കലും രക്ഷപ്പെടുവാൻ സാധ്യമല്ല എന്നുള്ള കാര്യമാണ്. അവരിപ്പോഴും എന്താണ്? മൂടുപടം, അതായത് ഹൃദയം കഠിനമാക്കിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ഹൃദയം ഇന്നും കഠിനമാണ്. കർത്താവിലേക്ക് തിരിയുമ്പോഴേ ആ മൂടുപടം നീങ്ങിപ്പോവുകയുള്ളൂ. എന്നെ കേൾക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടാതെ മാറി നിൽക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ എവിടെയാണ്? നിങ്ങളുടെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മാവാകുന്ന ദൈവത്തിന്റെ അടുക്കിലേക്ക് തിരിയണം. അപ്പോൾ നിങ്ങളുടെ മൂടുപടം എന്ത് ചെയ്യും?
മാറിപ്പോകും എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവ് എന്താകുന്നു? ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലാത്തതിന് കാരണം എന്താണ്? നിങ്ങൾ കർത്താവിന്റെ ആത്മാവിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും എന്താണ്? അടിമ നുകത്തിൽ എന്താണ്? കിടക്കുകയാണ് എന്നുള്ള സത്യമാണ് അവിടെ പൗലോസ് അപ്പോസ്തലൻ വിവരിക്കുന്നത്. എന്നാൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നാൽ 18-ാമത്തെ വാക്യത്തിൽ എന്നാൽ മൂടുപടങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്ന നാം എല്ലാവരും ആത്മാവിന്റെ കർത്താവായ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതീപ്രതിമയായി രൂപാന്തരപ്പെടുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എല്ലാ വിശ്വാസികളും എന്താണ്? ക്രിസ്തേശുവിൽ ദൈവ മഹത്വം ദർശിക്കുവാൻ സാധിക്കും. അപ്പൊ കർത്താവിനെ സ്വീകരിക്കുന്നതോടെ അവരെന്താണ്? ദൈവത്തിന്റെ മഹത്വം അവനിലേക്ക് കിടന്നു വരുന്നു എന്നുള്ളതാണ്. തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുമെന്ന് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോകുമ്പോ 4-ാം അധ്യായം 24 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ, 24 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. 24-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഈ സ്ത്രീകൾ 2 നിയമങ്ങൾ അത്രേ. ഒന്ന് സീനായ് മലയിൽ നിന്ന് ഉണ്ടായി അടിമകളെ പ്രസവിക്കുന്നു. അത് ഹഗ്ഗാർ. ഹഗ്ഗാർ എന്നത് അറബ്യ ദേശത്ത് സീനായി മലയെ കുറിക്കുന്നു. അത് ഇപ്പോഴത്തെ യെരുശലേമിനോടൊക്കുന്നു. അത് തന്റെ മക്കളോടുകൂടെ എന്ത് ചെയ്യുന്നു? അടിമയിലല്ലോ ഇരിക്കുന്നത്. മീതെയുള്ള യെരുശലേമോ സ്വതന്ത്രയാകുന്നു. അവൾ തന്നെ നമ്മുടെ അമ്മ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. പ്രസവിക്കാത്ത മച്ചിയെ ആനന്ദിക്കുക, നോവ് കിട്ടാത്തവളെ പൊട്ടിയാർക്കുക. ഈ ഏകാകിനിയുടെ മക്കൾ ഭർത്താവുള്ളവരുടെ മക്കളെക്കാൾ അധികമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ സഹോദരന്മാരെ ഇസ്ഹാക്കിനെ പോലെ വാഗ്ദത്തത്തിനാൽ ജനിച്ച മക്കളാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരുന്നു. 29-ാമത്തെ വാക്യത്തിൽ എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. തിരുവെഴുത്ത് എന്ത് പറയുന്നു? ദാസിയെയും മകനെയും പുറത്താക്കി കളയുക. ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകന്റെ കൂടെ അവകാശിയാവുകയില്ല. അങ്ങനെ സഹോദരന്മാരെ, നാം ദാസിയുടെ മക്കളല്ല, സ്വതന്ത്രയുടെ മക്കൾ അത്രേ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി എബ്രായർ ലേഖനം 12-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു. 18-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിന് മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കൽ അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുതെന്ന് അപേക്ഷിച്ചു. ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. ഞാൻ അത്യന്തം പേടിച്ച് വിറയ്ക്കുന്നു എന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. പിന്നെയോ സിയോൻ പർവ്വതത്തിലും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരെ സർവസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കിലേക്ക് അത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ്? 18-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുക, സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിന് പറയുമ്പോൾ സീനായി മല. അതായത് ഈ വാക്യത്തിൽ എന്താണ്? സീനായി മലയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോ പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം
16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നു. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. 3-ാം ദിവസം നേരം വെളുത്തപ്പോൾ ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിൽ കാർമേഘവും മഹാഗംഭീരമായ കാഹളധ്വനിയും ഉണ്ടായി. പാളയത്തിലുള്ള ജനമൊക്കെയും നടുങ്ങി. ദൈവത്തെ എതിരേൽപ്പാൻ മോശ ജനത്തെ പാളയത്തിൽ നിന്നും പുറപ്പെടുവിച്ചു. അവർ പർവ്വതത്തിന്റെ അടിവാരത്ത് നിന്നു. 18-ാമത്തെ വാക്യത്തിൽ എഴുതുക, യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങുകയാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി. അത് തീച്ചൂളയിലെ പുക പോലെ പൊങ്ങി. പർവ്വതമൊക്കെയും ഏറ്റവും കുലുങ്ങി. കാഹളധ്വനി ദീർഘമായി ഉറച്ചു വന്നപ്പോൾ മോശ സംസാരിച്ചു. ദൈവം ഉച്ചത്തിൽ അവനോട് ഉത്തരമരുളി എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. എന്താണ്? തീ കത്തുന്നതുമായ പർവ്വതത്തിന് മേഘതമസ്, കൂരിട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്ക് അടുക്കലല്ലോ എന്ന് അവിടെ കാണുന്നു. ഇതാണ് ഇവിടെ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ. എന്താണ്? ഈ അധ്യായത്തിലെ ആദ്യ ഭാഗം വിഷയമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവശിക്ഷണം ക്ഷമയോടെ എന്ത് ചെയ്യണം? കൈക്കൊണ്ട് ദൈവശിക്ഷണം, അതായത് ദൈവം നമ്മള് അഭ്യസിപ്പിക്കുന്ന ചില ശിക്ഷണങ്ങളൊക്കെ നമുക്ക് തരും. അപ്പൊ അത് ക്ഷമയോടെ എന്ത് ചെയ്യണം? കൈക്കൊണ്ട് അതിനെല്ലാം എന്ത് ചെയ്യണം? അഭ്യസനം പ്രാപിക്കണം. അതായത് പഴയ ഉടമ്പടിക്കും നിയമത്തിനും എന്താണ്? കീഴിലല്ലാത്തതിനാൽ വിശ്വാസികളുടെ സന്തോഷകരമായ പദവിയാണ് ഇത് കാണിക്കുന്നത്. അവിടെ കൃപയുടെ എന്താണ്? എന്നാൽ നമ്മൾ എന്താണ്? കൃപയുടെ പുതിയ ഉടമ്പടിയുടെ കീഴിലാണ് എന്നുള്ളതാണ് ഇത് നമ്മളെ പ്രധാനമായും നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? നമ്മൾ വന്നിരിക്കുന്നത്, അല്ലെ? അതാണ് 24-ാമത്തെ വാക്യം നമ്മൾ എത്തിയിരിക്കുന്നത് എവിടെയാണ്? പുതിയ നിയമം. എബ്രായർ ലേഖനം 8-ാം അധ്യായം 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. എബ്രായർ 8-ാം അധ്യായം 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ അവൻ അവരെ ആക്ഷേപിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയ ഒരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് കർത്താവിന്റെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരുടെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. അവർ എന്റെ നിയമത്തിൽ നിലനിന്നില്ല, ഞാൻ അവരെ ആദരിച്ചതുമില്ല എന്നും ഇന്ന് കർത്താവിന്റെ അരുളപ്പാട്. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനവുമായിരിക്കും. ഇനി അവരിൽ ആരും എന്റെ കൂട്ടുകാരനെയും എന്റെ സഹോദരനെയും കർത്താവിനെ അറിയുകയില്ല എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃത്തം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനാകും. അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. 13-ാമത്തെ വാക്യത്തിൽ പുതിയതെന്ന് പറഞ്ഞാൽ ആദ്യത്തേതിനെ എന്ത് ചെയ്യുന്നു? പഴയതാക്കിയിരിക്കുന്നു. എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതും എല്ലാം എന്ത് ചെയ്യുന്നു? നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് അവിടെ കാണുന്നു. അപ്പൊ പുതിയ ഒരു നിയമം കർത്താവ് നമുക്കായിട്ട് സ്ഥാപിച്ചു. അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായി, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മധ്യസ്ഥനായി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇതാണ് വിശ്വാസം വഹിച്ച ക്രിസ്തുവിന്റെ യാഗത്താൽ പൂർണ്ണരാക്കപ്പെട്ട ദൈവമുമ്പായ കളമ്പോ കുറവോ ഇല്ലാതെ നിൽക്കുന്നവർ. അപ്പൊ കർത്താവിന്റെ യാഗത്തിൽ, അതായത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ജീവിക്കുന്നവർക്ക് എന്താണ്? കുറവില്ലാതെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ അവൻ നിർത്തുമെന്നാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഈ വചനങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ
ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവം ഈ സമയത്തിനായി സ്തുതിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും കർത്താവ് ധാരാളമായി സമൃദ്ധിയും അനുഗ്രഹിക്കണം. രോഗികളായിട്ട് ഭാരപ്പെടുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് എബ്രാഹിം സാറിനെ അനുഗ്രഹിക്കണം. കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചാനലിനെ അനുഗ്രഹിക്കണം. ഇതിന്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണം. കർത്താവിന്റെ കൃപ എല്ലാവരുടെയും കൂടെ ഇരിക്കണം. പ്രാർത്ഥന സ്വർഗം ശ്രദ്ധ വെച്ച് കേട്ടുക. സ്തോത്രമാനും മഹത്വം യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള തിരുനാമം തന്നെ. ആമീൻ ആമീൻ. സ്തോത്രം.